ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ടെക്സ്റ്റ് ബൈ മിറാൻഡ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂളായ ഫ്രെയിം വർക്കിലോട്ട് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കാണ്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അത് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ആ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ വാട്ട് ഈസ് TestNG? TestNG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലീനിയത്തിലെ ഒരു ടെസ്റ്റിംഗ് ഫ്രെയിം വർക്കാണ്. ചിലതൊക്കെ JUnit കിട്ടുന്നുണ്ടായിരിക്കും. സോ JUnitന്റെ ഒരു അഡ്വാൻസ് വേർഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു എൻഹാൻസ്ഡ് വേർഷനാണ് TestNG എന്ന് പറയാൻ പറ്റും. സോ TestNG യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതെങ്ങനെ ചെയ്യാമെന്നും പിന്നെ TestNGക്ക് ഒരുപാട് അനോട്ടേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് തന്നെ വീഡിയോസ് ഫുള്ളായിട്ട് തന്നെ കേൾക്കുക, പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. TestNG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഓപ്പൺ സോഴ്സ് ടെസ്റ്റിംഗ് ഫ്രെയിം വർക്കാണ്. ടെസ്റ്റ് സ്യൂട്ട്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. അത് ഡെവലപ്പ് ചെയ്തത് സെഡ്രിക് ബ്യൂസ്റ്റ് എന്ന് പറഞ്ഞ ഡെവലപ്പറാണ് ഈ ടെസ്റ്റിംഗ് ഫ്രെയിം വർക്ക് ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒരുപാട് അനോട്ടേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു TestNG ഇതിന് JUnit അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ എന്ന് പറയാം. JUnit എന്ന് പറഞ്ഞാലും ഒരു ടെസ്റ്റിംഗ് ഫ്രെയിം വർക്കാണ്. അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നപ്പം അതൊക്കെ ഒന്ന് മാറ്റി ഇമ്പ്രൂവ് ചെയ്തെടുത്തേക്കുന്ന ഒരു ബെറ്റർ വേർഷനാണ് TestNG എന്ന് പറയാനായിട്ട് പറ്റും. TestNG എന്ന് പറഞ്ഞാൽ NG സ്റ്റാൻഡ്സ് ഫോർ നെക്സ്റ്റ് ജനറേഷൻ എന്നാണ്. നെക്സ്റ്റ് TestNGയുടെ അഡ്വാൻറ്റേജസ് നോക്കാം. അതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ എക്സ്റ്റേണൽ ലൈബ്രറീസ് ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ ഒരു നല്ല റിപ്പോർട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും യൂസിങ് TestNG ഫ്രെയിം വർക്ക്. ഈ ഒരു റിപ്പോർട്ടിനകത്ത് നമുക്ക് അറിയാൻ പറ്റും എത്ര ടെസ്റ്റ് കേസസ് റൺ ആയിട്ടുണ്ട്, എത്രണ്ണം ഫെയിലായി, എത്രണ്ണം പാസ്സായി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഈ ഒരു TestNGയുടെ റിപ്പോർട്ടിൽ നിന്ന്. ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് ടെസ്റ്റ് കേസിനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്ന വഴി നമുക്ക് വേണ്ട ടെസ്റ്റ് മെത്തേഡ്സിനൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് സ്ട്രക്ചർ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. മറ്റൊരു ബെനിഫിറ്റാണ് തന്നെ ഒത്തിരി തവണ മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ TestNG യൂസ് ചെയ്യാം. അവിടെ നമുക്ക് ലൂപ്പ് ഒന്നും കൊടുത്ത് നമ്മൾ സാധാരണ എങ്ങനെയാണ് ഒരു ലൈൻ ഓഫ് കോഡ് മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ലൂപ്സ് ലൈക്ക് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ അല്ലേ. പക്ഷേ ഇതൊന്നും യൂസ് ചെയ്യേണ്ടത് തന്നെ TestNG മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് സെയിം ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗ്. ദാറ്റ് മീൻസ് നമുക്ക് സെയിം ടെസ്റ്റ് കേസ് തന്നെ മൾട്ടിപ്പിൾ ബ്രൗസേഴ്സിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലൈക്ക് ക്രോമിൽ വേണമെങ്കിൽ ചെയ്യാം, IEക്കകത്ത് വേണമെങ്കിൽ ചെയ്യാം, മോസിലക്കകത്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചില ടെസ്റ്റ് കേസൊക്കെ ചില ബ്രൗസേഴ്സിൽ കറക്റ്റായിട്ട് വർക്ക് ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ ഡിഫക്ട്സ് ആയിട്ട് നോട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊരു ടെസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് TestNG. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ ടൂൾസ് ആയ മാവൻ, ജെങ്കിൻസ് ഇതൊക്കെയായിട്ട് പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും TestNG. അതുപോലെ TestNGക്കകത്ത് ഒരുപാട് ഈസിയർ അനോട്ടേഷൻസ് ഉണ്ട്. അടുത്തതായിട്ട് TestNG എങ്ങനെ എക്ലിപ്സുമായിട്ട് കോൺഫിഗർ ചെയ്യാം അതാണ് കാണിക്കുന്നത്. അതിന് 3 മെത്തേഡ്സ് ആണ്. അതിലെ ഫസ്റ്റ് മെത്തേഡ്, ഇങ്ങനെ 2 URLs ഉണ്ട്. അതിലിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന URL ഇല്ലേ, ഈ http:/eclipse എന്നുള്ളത്, ഇത് ആയിരുന്നു നമ്മളുടെ ലിങ്ക്, ഒരു URL. പക്ഷേ ഈ ഇടയ്ക്കായിട്ടത് വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ചില എക്ലിപ്സ് വേർഷൻസിന് അത് റിമൂവ് ആയിട്ടുണ്ട്. അതിന് പകരം ഇപ്പോൾ പുതുതായിട്ട് വേറൊന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന ഈ ഒരു ലിങ്ക്. പക്ഷെ എനിക്ക് ഈ രണ്ടും ഇതുവരെ വർക്ക് ആയിട്ടില്ല. എന്ന് വെച്ചാൽ പണ്ടൊക്കെ ഇത് വർക്ക് ചെയ്യുമായിരുന്നു, ഈ views.com എന്നുള്ളത്. പക്ഷെ ഇപ്പം അത് കിട്ടുന്നില്ല. പിന്നെ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുവാണെങ്കിൽ നല്ലത്. അപ്പം ഇങ്ങനെ ഇപ്പം ഇത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക, ഏതെങ്കിലും ഒരു ലിങ്ക് കോപ്പി ചെയ്യുക, ദെൻ ഗോ ടു ഹെൽപ്പ് മെനു. അവിടുന്ന് ഇൻസ്റ്റാൾ ന്യൂ സോഫ്റ്റ്വെയർ എന്നൊരു മെനു ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ദെൻ ഇവിടെ വർക്ക് വിത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് കാണാം. അവിടെ നമുക്ക് ഒരു ഈ ലിങ്ക് കൊടുക്കാം. നമ്മുടെ ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് കണ്ടോ, പക്ഷെ ഇത് എറർ വരുവാണ്. ഇവിടെ കുഡ് നോട്ട് ഫൈൻഡ് ദിസ് വൺ എന്ന് പറഞ്ഞ് വരുവാണ്. ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു URL ഇവരുടെ മാർക്കറ്റ് പ്ലേസിൽ ഇല്ലെന്നാണ് കാണിക്കുന്നത്. സോ അത് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിവിടെ ഈ എറർ ഇല്ലാണ്ട് തന്നെ കാണിക്കും. ദെൻ ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് പോയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ എക്ലിപ്സ് എടുത്ത് കോൺഫിഗർ ആയിക്കോളും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു URLന്റെ കാര്യം ആ രീതിയിലാണ് ചെയ്യുന്നത്. TestNG ഇൻസ്റ്റാൾ ചെയ്യുന്ന രണ്ടാമത്തെ രീതിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് സെയിം ഹെൽപ്പ് മെനുവിൽ തന്നെ പോവുക. അവിടെ നിന്ന് ഈ എക്ലിപ്സ് മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ആ മെനുവെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു വിൻഡോ വന്നു.
ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ഒരു സെർച്ച് ബാർ ഉള്ളത്, അല്ലെങ്കിൽ സെർച്ച് ടെക്സ്റ്റ് ബോക്സ് ഉള്ളത്. അവിടെ പെട്ടെന്ന് TestNG എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. TestNG, then click on enter key. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുണ്ടത്. ഇപ്പോൾ ഇവിടെ കാണാൻ ഒരു ഇൻസ്റ്റാൾ എന്നൊരു ബട്ടൺ, അത് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ചില മൊഡ്യൂൾസ് വന്നിട്ടുണ്ട്, അത് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാൻ രണ്ടും ചൂസ് ചെയ്യുന്നുണ്ട്. താഴെ ഒരു കൺഫേം ബട്ടൺ ഉണ്ട്, അതേ പ്രസ് ചെയ്യുക. ഓക്കെ, ഇവിടെ കാണാം റിവ്യൂ ലൈസൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാനിതിന് മുന്നേ ആയിട്ട് ഒരു തവണ TestNG ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു. സോ ഓൾറെഡി ലൈസൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നത്, ദർ ആർ നോ ലൈസൻസ് ടു റിവ്യൂ. കാരണം ഓൾറെഡി ഞാൻ റിവ്യൂ ചെയ്ത് അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തതാണ്. ഇനി ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവിടെ ഒരു ബോക്സ് വരും, അവിടെ കുറച്ച് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ലൈസൻസിനകത്തുള്ളതെന്ന് കൊടുക്കും, ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നിങ്ങളതൊന്ന് വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കാം. ദെൻ താഴെ 2 റേഡിയോ ബട്ടൺസ് കാണും, അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടും മറ്റേത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടാത്ത രീതിയിലൊരെണ്ണം ഒരു റേഡിയോ ബട്ടൺ കൂടി ഉണ്ട്. സോ നിങ്ങൾക്ക് അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ, എങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ഫിനിഷ് എന്നുള്ള ആ ഒരു ബട്ടൺ എനേബിൾ ആവത്തുള്ളൂ. ഓക്കെ, അതങ്ങനെ വരുന്നവർ ആക്സെപ്റ്റ് ബട്ടൺ ചൂസ് ചെയ്യുക. ബൈ ഡിഫോൾട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ആയി കിടക്കുക, അതെടുക്കരുത്. ആക്സെപ്റ്റ് എന്നുള്ള ബട്ടൺ വേണം പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ റേഡിയോ ബട്ടൺ വേണം പ്രസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഇവിടെ ഫിനിഷ് എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്യുന്നു. താഴെ കണ്ടു ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് കാണാം എത്ര ഇൻസ്റ്റാൾ ആവുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, ഇവിടെ എനിക്ക് വേറെ പോപ്പപ്പ് വന്നിട്ടുണ്ട്, ഒരു വാർണിംഗ് മെസ്സേജ് ആണ്. ഇൻസ്റ്റാളിംഗ് unsigned software for which the authenticity or validity cannot be established. Continue with installation. So install anyway എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ എക്ലിപ്സ് റീസ്റ്റാർട്ട് ചെയ്യണം. സോ റീസ്റ്റാർട്ട് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ എക്ലിപ്സ് റീസ്റ്റാർട്ട് ആയിട്ട് വരുന്നതായിരിക്കും. TestNG അങ്ങനെ ഇൻസ്റ്റാൾ ആയിട്ട് എക്ലിപ്സ് റീസ്റ്റാർട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യേണ്ടത് അത് ഇൻസ്റ്റാൾ ആയോ എന്ന്. അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സോ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ തന്നെ എടുക്കുക. ആ ഒരു പാക്കേജിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നമുക്ക് കാണാൻ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. എന്നിട്ട് ലാസ്റ്റ് അതർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ നമുക്കൊരു വിൻഡോ വരും, സെലക്ട് വിസാർഡ് എന്ന് പറഞ്ഞ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും TestNG എന്നൊരു ഓപ്ഷൻ വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് TestNG ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു TestNG ക്ലാസ് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സാമ്പിൾ കോഡ് എങ്ങനെ ചെയ്യാം അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് കാണിച്ചതുകൊണ്ട് എങ്ങനെ TestNG ഇൻസ്റ്റാൾ ചെയ്യാം. അതാണ് രണ്ടാമത്തെ രീതി, യൂസിങ് ഈ ഹെൽപ്പ് മെനു അവിടെ പോയിട്ട് എക്ലിപ്സ് മാർക്കറ്റ് പ്ലേസ്. ഇനി മൂന്നാമത്തെ രീതി, ഇനി ഇതൊന്നും നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നെറ്റിൽ പോയിട്ട് നമുക്കറിയാലോ ജാർ ഫയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ. അങ്ങനെ പോയിട്ട് ജസ്റ്റ് TestNG ജാർ ഫയൽ ഡൗൺലോഡ് എന്ന് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഏതൊരു ലിങ്കിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ ലിങ്കിൽ നിന്ന് നമുക്ക് ജാർ ഫയൽസ് ഡൗൺലോഡ് ചെയ്യാം. ദെൻ നമ്മുടെ ഏത് ക്ലാസ്സിലോട്ടാണോ ആ ഒരു TestNG ജാർ ഫയൽ വരേണ്ടത് അതേപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ അലേർട്ട് ക്ലാസ് എന്നുള്ള ക്ലാസ്സാണെന്ന് വിചാരിക്കുക, ജസ്റ്റ് ഗസ്. ഇവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം ബിൽഡ് പാത്ത്. നിങ്ങൾക്ക് മിക്കവർക്കും തന്നെ അറിയാമായിരിക്കും അങ്ങനെ ജാർ ഫയൽസ് ആഡ് ചെയ്യാമെന്ന്. അത് പോയിട്ട് കോൺഫിഗർ ബിൽഡ് പാത്ത് എന്ന് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ലൈബ്രറീസ് എന്നുള്ള തേർഡ് ടാബ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇവിടെ നമുക്ക് മൊഡ്യൂൾ പാത്തും ഉണ്ട്, ക്ലാസ് പാത്തും ഉണ്ട്. ഇവിടെ ഓൾറെഡി കാണാൻ ഞാൻ സെലീനത്തിനെ ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ പോയിട്ട് നമുക്ക് ക്ലാസ് പാത്ത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ കണ്ടോ ആഡ് എക്സ്റ്റേണൽ ജാർസ്, അതേ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഓപ്ഷൻ വരും, മീൻസ് നമ്മുടെ എവിടെയാണോ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നത് ആ പർട്ടിക്കുലർ ഫോൾഡർ ഓപ്പൺ ചെയ്ത് ആ ജാർ ഫയൽസിനെ ഇങ്ങോട്ട് ആഡ് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ അപ്ലൈ ബട്ടൺ. അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്ലാസ്സിലോട്ട് TestNGയുടെ ജാർ ഫയൽ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് മൂന്നാമത്തെ രീതി. അപ്പോൾ ഈ 3 രീതികൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയാണ് ഞാൻ കാണിച്ചത്, ഡയറക്റ്റ് തന്നെ ഇവിടെ പോയിട്ട് എക്ലിപ്സ് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് എടുക്കുന്നത്. ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ TestNGയുടെ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ബൈ.